ഇന്ന് കാണിക്കാൻ വന്നൊരു കാര്യമാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മ വീട്ടിൽ ഉണ്ടായ കാര്യമാണ്, കാണിച്ചു തരാം. വേറൊന്നുമല്ല, ജാമ്പയ്ക്കമരം കേട്ടോ. ഇത് വലിയൊരു ജാമ്പയ്ക്കമരം തന്നെ. കുറേ ഇങ്ങനെ പഴുത്ത് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് കുറച്ചൊന്ന് പറിക്കാം കേട്ടോ. കുറേ ഇങ്ങനെ പഴുത്ത് മൂത്ത് നിറച്ചുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ പറിക്കാൻ നിൽക്കുകയാണ്. ഞങ്ങളിത് ആഗ്രഹം മൂത്താണ് വന്ന് നിൽക്കണേ. ഇത് ചെറുതാണെങ്കിലും നല്ല ചുവച്ചവാന്നിരിക്കുന്ന സാധനമാണ് കേട്ടോ. നല്ല ചുവച്ചവാന്നിരിക്കുകയാണ് ഗൈസ്. ഇത് നിറച്ചുണ്ട്, അവിടെ ഇവിടെ ആയിട്ട് അങ്ങ് നിറച്ചുണ്ട് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഇത് കൊതി വിട്ടിരിക്കുകയാണ്. ഇത് പറിക്കണം. പക്ഷേ നല്ല ഇതാണ്. പക്ഷെ നമുക്ക് കൈ എത്തുന്ന ദൂരത്തുള്ളതുണ്ട്, ചെറുതായിട്ടൊക്കെ കൈ എത്തുന്ന ദൂരത്തുണ്ട് കേട്ടോ. കുറേ എണ്ണത്തിൽ അഴുക്കുണ്ട് കേട്ടോ. പക്ഷെ നല്ല ചെറുതാണെങ്കിൽ നല്ല ചുവച്ചവാന്നിരിക്കുന്ന ജാമ്പയ്ക്കാണ് കേട്ടോ. ഇതാണ്ട് നിറച്ചും പൂത്ത് നിൽപ്പുണ്ട്. എത്ര പേർക്ക് ഈ ജാമ്പയ്ക്കൊന്ന് ഇഷ്ടമുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ലാസ്റ്റ് നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു കുരുവും അതിൻ്റെ അകത്തുള്ള ആ ഒരു കറുത്ത അഴുക്കും കൂടെ എടുത്ത് കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നമുക്കിനി ആവശ്യം മുളകും ഉപ്പും ചേർത്തൊരു പൊടിയാണ്. ഇത് ഞാൻ മുളകും ചേർത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഉപ്പ് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ നമ്മളതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ആ പൊടികൾ ഒരു പാത്രം എടുത്തിട്ട് അതിലൂടെ നമ്മൾ വാഴയിൽ അങ്ങോട്ട് വെക്കും. ഇനി ആ ഉപ്പും മുളകും ഇട്ട മിക്സ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഉപ്പും മുളകും നമ്മൾ ജാമ്പയ്ക്കയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് വാഴയിൽ വെച്ചിട്ട് ഇനി നമുക്കങ്ങോട്ട് തട്ടാക്കാം. ഇപ്പോൾ നമ്മൾ മുഴുവൻ തട്ടിയിട്ടുണ്ട്. അപ്പം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഐറ്റം. നമുക്കിതൊന്ന് തിന്ന് നോക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. ജാമ്പയ്ക്ക എത്ര പേർക്ക് നഷ്ടമായെന്ന് കമന്റ് ഇടൂ.